ശ്രീ MS വേണുഗോപാൽ പറഞ്ഞു വരുന്നത് പോലെ തന്നെ ഇതാണ് താക്കീത് എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു പടി മുന്നിലേക്ക് കടക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലും. ഖത്തറിൽ ആ അടിയന്തര അറബ് ഉച്ചകോടി തീരുന്നു. മണിക്കൂറുകളാകുമ്പോഴേക്കും പലസ്തീനിൽ സമാധാനം നശിപ്പിക്കുന്നത് ഇസ്രയേലാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഗസ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന അങ്ങനെ ആ സിഗ്നിഫിക്കന്റ് ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ഞെട്ടി വിറയ്ക്കുന്ന രീതിയിലേക്ക് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അറബ് ലോകത്തിൻ്റെ അല്ലെങ്കിൽ അറബ് സഖ്യത്തിൻ്റെ ആ മുന്നറിയിപ്പ് പുച്ഛിച്ച് തള്ളുന്നു നെതന്യാഹു എന്നതാണോ? ഇത് എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലം? അറബ് ഇസ്ലാമിക് സഖ്യത്തിന് അതിഭയങ്കരമായൊരു താക്കീത് കൊടുത്തുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ ഈ ആക്രമണം സമ്മിറ്റ് തീർന്ന ഉടൻ, അതായത് നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അറബ് സമ്മിറ്റിൻ്റെ പ്രമേയം പോലും ആകുന്നതിന് മുമ്പ് തന്നെ ഗാസയിൽ വൻ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ലോകത്തിനും അറബ് രാഷ്ട്രങ്ങൾക്കും ഒരു താക്കീത് കൂടെയാണ് നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഞങ്ങളോട് ഇനിയും ഇത്തരത്തിൽ പ്രകോപനപരമായി നീങ്ങിയാൽ ഞങ്ങളുടെ നിലനിൽപ്പാണ് ഞങ്ങൾക്ക് പ്രധാനം, ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം, അതിന് ഏതറ്റം വരെയും പോകും, ഇനി ആരൊക്കെ എതിർത്താലും എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് അറബ് രാഷ്ട്രങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ US-നോടുള്ള വിശ്വാസ്യതയും കൂടെ നഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കുന്നു. വിശ്വാസ്യതയല്ലേ എല്ലാം എന്ന് നമ്മൾ പറയുമല്ലോ, ആ വിശ്വാസ്യത പൂർണ്ണമായും US-നോട് അറബ് രാഷ്ട്രങ്ങൾക്ക് നഷ്ടമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സമ്മിറ്റ് കഴിഞ്ഞ ഉടൻ ചൂടോടുകൂടി ആ ആക്രമണം നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് ഇനിയും തയ്യാറാണ്. അറബ് രാഷ്ട്രങ്ങൾ ഏതാണ്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് ഞങ്ങളൊരു പ്രതിരോധം തീർക്കാൻ പോവുകയാണ്. അറബ് രാഷ്ട്രങ്ങളുടെ ഒരു പ്രതിരോധം തന്നെ നമുക്ക് സൃഷ്ടിക്കേണ്ടി വരുമെന്ന് തീരുമാനമെടുത്ത് അവർ ആ പേജ് മടക്കിയില്ല. അതിനു മുമ്പേ തന്നെ ആക്രമണം അഴിച്ചു വിടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ ഇനി എന്ത് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഇസ്രായേലിനെതിരെ ഇനി ഒന്നിച്ച് യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. ഗാസയിൽ ഞങ്ങൾക്ക് ഇനിയൊരു രാഷ്ട്രഭീഷണി നേരിടാൻ തയ്യാറല്ല, അതിന് ഞങ്ങൾ നിന്നുകൊടുക്കില്ല എന്ന് പറയുന്ന വിധത്തിലാണ് നെതന്യാഹുവിൻ്റെ നീക്കം. ഇത് ശരിയാണോ അപകടകരമല്ലേ എന്ന് ചോദിച്ചാൽ വലിയ അപകടകരമായ നീക്കം തന്നെയാണ്. അമേരിക്കയ്ക്ക് ലോകത്തെ ഒരു രാഷ്ട്രത്തിൻ്റെയും കൺട്രോൾ അല്ലെങ്കിൽ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അറബ് രാഷ്ട്രങ്ങൾ അവരുടെ സെക്യൂരിറ്റിയിൽ പോലും ഇനി അമേരിക്കയെ എങ്ങനെ തൊടിയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കും. പക്ഷേ അമേരിക്ക പറയുന്നുണ്ട് ഇനി അങ്ങനെ ഒരു ആക്രമണം ഖത്തറിൽ ഉണ്ടാവുകയില്ല. ഒപ്പം ഹമാസിന് മുന്നറിയിപ്പും കൊടുക്കുന്നു. ഇതിനൊന്നും ഇനി ഒരു വിലയുമില്ല എന്നുകൂടിയാണോ? തീർച്ചയായിട്ടും അമേരിക്കയുടെ വാക്കുകൾക്ക് വില പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ട്രംപിനെ വിശ്വാസമില്ല, പക്ഷേ അമേരിക്കൻ ഒരു സ്റ്റേറ്റിൻ്റെ വിശ്വാസ്യത അറബ് രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. തങ്ങൾ കോടിക്കണക്കിന് ശതകോടി ഡോളറുകൾ നൽകിക്കൊണ്ടാണ് ഈ സെക്യൂരിറ്റി അമേരിക്കയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അവരുടെ ആയുധങ്ങൾ, അവരുടെ ക്യാമ്പ് എല്ലാം അവിടെ വെച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ആക്രമണം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും മാർക്കോ റൂബിയോ അവിടെ പോയി ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് എന്നുള്ളതും അറബ് രാഷ്ട്രങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ സംസാരം തന്നെ എവിടെയൊക്കെ ഹമാസ് ഉണ്ടോ അവിടെയൊക്കെ വെടി എന്നുള്ളതാണ്. ലോകത്ത് എവിടെ ഹമാസ് ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ വെടിവെക്കും. അതായത് അതിന് ഖത്തറിലാണെങ്കിലും മറ്റേത് ഗൾഫ് രാഷ്ട്രത്തിലാണെങ്കിലും ഈ അറ്റാക്കിൽ നിന്ന്, ഈ പ്രിസിഷൻ അറ്റാക്ക് നിന്ന് ഇസ്രായേൽ വിളിക്കുന്ന ഈ അറ്റാക്കിൽ നിന്ന് നെതന്യാഹു മാറില്ല. അത് ഈ ഒരിക്കലും ഇല്ലാത്ത ഒരു അറബ് സഖ്യം ഒരുമിച്ച് ചേർന്ന് ഇത് പറഞ്ഞാലും നെതന്യാഹു മാറില്ല എന്ന് പറയുന്നിടത്ത് വലിയൊരു സന്ദേശമുണ്ട്. അതായത് ഭൂലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ഹമാസിനെ ഞങ്ങൾ തകർത്തിരിക്കും എന്നാണ് നെതന്യാഹുവിൻ്റെ ഇന്നത്തെ അറ്റകൈ പ്രയോഗവും അതിനു മുമ്പുള്ള ആ കടുത്ത വാക്കുകളും സൂചിപ്പിക്കുന്നത്. ഇത് സമാധാനത്തിന് പകരം വലിയ യുദ്ധങ്ങൾക്കാണോ വഴി തെളിക്കുക എന്ന് നമ്മൾ ആലോചിക്കുന്നത്. കാരണം 57 രാഷ്ട്രങ്ങൾ ഒത്തുകൂടിയാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് സമാപിച്ചത്. ആ സമാപനത്തിൽ പോലും അവർ സംയമനം കുറേയൊക്കെ പാലിച്ചിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ആ സംയമനം പാലിച്ചുകൊണ്ട് എന്നാൽ കുറ്റപ്പെടുത്തേണ്ടതിന് സ്ട്രോങ് ആയിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളുടെ കുറ്റപ്പെടുത്തലും നിങ്ങളുടെ വിരട്ടലും ഒന്നും ഞങ്ങളോട് വേണ്ട, നിങ്ങളല്ല ഇനി അമേരിക്ക പറഞ്ഞാൽ പോലും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും, അതിന് ആണവ യുദ്ധമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലൊരു വലിയ ഭീഷണിയാണ് ഇന്ന് ഇസ്രായേൽ ഈ സമ്മിറ്റ് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ
ഗാസയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാവപ്പെട്ടവൻ്റെ പട്ടിണി കിടക്കുന്നവനെ തലയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലോക മനസാക്ഷിക്ക് തന്നെ താങ്ങാൻ കഴിയുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്ര ഭീകരമായ ആക്രമണം നടന്നിട്ട് ലോകത്താരും ചോദിക്കാനില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇതേസമയം ഇസ്രയേലിനെ കൺട്രോൾ ചെയ്യുമെന്ന് US പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ലെങ്കിലും അവർ ഒരു കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തിലെത്തിക്കഴിഞ്ഞു. അമേരിക്കയെ മാത്രം വിശ്വസിച്ച് നമ്മുടെ സെക്യൂരിറ്റി ഇങ്ങനെ ശതകോടികൾ ഡോളറുകൾ മുടക്കി നടപ്പാക്കുന്നതിൽ എന്തർത്ഥമുണ്ട്? നമുക്ക് ചൈനയോ ടർക്കിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓപ്ഷനുകൾ പോലും ചിന്തിക്കേണ്ടി വരുമോ എന്നവർ ഇന്നലെ മുതൽ ഒരു ആത്മഗതം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ബാക്കി വിവരങ്ങൾ ഇനി ഈ സമ്മിറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോഴേ അറിയാനൊക്കൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നിരിക്കുന്ന ഗാസയിലെ ആക്രമണം അവരെ തീർച്ചയായിട്ടും ക്ഷുഭിതരായി കാണും. പക്ഷേ എന്തായാലും സമ്മിറ്റ് കഴിഞ്ഞ ഉടൻ നടത്തിയതുകൊണ്ട് അവർക്ക് വീണ്ടും ഒത്തുകൂടി അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവർ അവിടെ തന്നെ ഉണ്ട്. അവരെല്ലാം പരസ്പരം ഈ വിഷയങ്ങൾ ഇന്നും നാളെ അവിടുന്ന് വിട്ടു പോകുന്നതിനകം പലരും ചർച്ച ചെയ്ത് വലിയ തീരുമാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് ലോക സമാധാനത്തിന് തന്നെ തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീ MS വേണുഗോപാൽ, ലോക